സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വരാൽ മീൻ കറിയാണ്. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം പാകത്തിന് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഈ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. വരാലിൻ്റെ തൊലി ഉരിച്ചു കളഞ്ഞാണ് കറി വെക്കുന്നത്. ഇതെല്ലാം ഒന്ന് വെട്ടി ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം. ചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 5 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തേക്കണം. 10 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം ഇതുപോലെ നല്ലവണ്ണം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മീൻ കറിക്ക് അത് നല്ലൊരു ടേസ്റ്റാണ് നൽകുന്നത്. ഈ സമയമെല്ലാം ഫ്ലെയിം സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. പൊടികളെല്ലാം കരിഞ്ഞു പോകാതെ നല്ലവണ്ണം എല്ലാം ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ഗ്രേവിക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചെടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കഴുകിയെടുത്ത 4 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരണം. അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് ഈ ചാറെല്ലാം ഒന്ന് നല്ലവണ്ണം തിളച്ച് വരണം. അതിനുശേഷം അടപ്പ് മാറ്റിയിട്ട് തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെട്ടിക്കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വരാൽ മീനെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചാറിൽ മുങ്ങിക്കിടക്കുന്ന പോലെ തവി കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്നിടം വരെ തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ സാവധാനത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. വീണ്ടും അടച്ചു വെച്ച് ചാറ് കുറുകി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ഈ സമയം ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം വരാൽ കറി റെഡിയായി കിട്ടാൻ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയും ചേർത്ത് ഒന്ന് നല്ലവണ്ണം ചട്ടി ചുറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ വരാൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.